10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചതാണ്. 2ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ എൻ്റെ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ടാണ്. അത്രയും കമ്പനിയാണ്. ഇപ്പോഴും എല്ലാ കാര്യങ്ങളും വിളിച്ച് ഷെയർ ചെയ്യാറുണ്ട്. എൻ്റെ നല്ലൊരു കൂട്ടുകാരിയാണ്. നമ്മൾ ബോയ്സ് ടീമാ. നമ്മൾ +1 +2 ഒരുമിച്ച് പഠിച്ച ബോയ്സ് സ്കൂളിൽ. എന്താ പറയാ, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ലക്ഷ്മി. അതെ, ലക്ഷ്മി സുന്ദരിയായിട്ടുണ്ട്. പിന്നെ നമ്മളും കുറെ നാൾക്ക് ശേഷമാണ് നമ്മൾ ഒരുമിച്ച് കാണുന്നത്. അല്ല, ലക്ഷ്മി ഇങ്ങനെ കണ്ടിട്ടില്ല. ലക്ഷ്മി പൊതുവെ മേക്കപ്പ് ഒന്നും ഇടത്തില്ല. വളരെ സിമ്പിൾ ആണ്. സേവ് ദ ഡേറ്റിൽ തന്നെ കണ്ടപ്പോ നമുക്കറിയായിരുന്നു വെഡിങ് ലുക്ക് സൂപ്പർ ആവുമെന്ന്. ഇതണക്ക് തന്നെയായി. സത്യം, നമുക്കും അത് കാണുന്നോണ്ട് വളരെ കണ്ടപ്പോ വളരെ എക്സൈറ്റഡ് ആയി. സ്നേഹം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇങ്ങനെ ഇത്രയും കൈൻഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ലോകത്തിൽ ഇപ്പൊ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യമായിട്ട് ബ്രൈഡായിട്ട് പൊക്കി പറയല്ല. ഞാൻ എന്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഇത്രയും നല്ല ഒരു കൊച്ചു, സത്യം പറഞ്ഞില്ല, ഇവരാരും ഇല്ല ഇത്രയ്ക്ക് നല്ലത്. ഭയങ്കര രസമായിരുന്നു. ഞങ്ങളടുത്തൊന്നും പറയത്ത പോലില്ല. ഞങ്ങളുടെ ബെഞ്ചിലിരുന്ന് പഠിച്ച കൊച്ച. പക്ഷെ ആക്ച്വലി അവള് പറഞ്ഞ കണക്ക് കീപ് ഇറ്റ് പ്രൈവറ്റ് ആൻഡ് പെർമനന്റ്. ചേട്ടനും നല്ല കാണാൻ ക്യൂട്ടാണ്, അവളെ കാണാൻ ക്യൂട്ടാണ്. ക്യൂട്ട്നെസ് പ്രായം തോന്നത്തില്ല, പ്രായമുണ്ടെങ്കിലും. എന്തെങ്കിലും റിലേഷൻഷിപ്സിനൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയുമ്പോൾ ഞാൻ ഇവര് പേരെടുത്ത് പറയില്ലെങ്കിൽ എല്ലാവരുടെ അടുത്തും പറയുന്നത് ഒരു എക്സാമ്പിൾ ആണ് ഇവര്. എനിക്കിങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവർക്ക് ഇങ്ങനെ റിലേഷൻ ഉണ്ട്. ഞാൻ എപ്പോഴും എടുത്ത് പറയുന്ന ഒരു വളരെ കുറവ് പേരുകളിൽ ഒരാളാണ് ഇവരെ രണ്ടുപേരുടെ ഒരു കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കെമിസ്ട്രി എന്ന് പറയാൻ പറ്റില്ല, കുറച്ചൊരു അണ്ടർസ്റ്റാൻഡിംഗ്. സൊസൈറ്റിയിൽ ഇങ്ങനെ ഒരു റിലേഷൻ കുറെ നാള് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ്. ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ 100 നാവായിരിക്കും അവക്ക്. സത്യം, വൈബാണ്. അവര് സൂപ്പർ ആയിരിക്കും. ലക്ഷ്മി ദേഷ്യപ്പെട്ട് നമ്മൾ നമുക്ക് +1 +2 എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂൾ കാലഘട്ടമാണ്. അപ്പം അവിടെ നമ്മള് 10th കഴിഞ്ഞിട്ട് അടിച്ചു വിളിക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ അന്ന് കിട്ടിയ ഗ്യാങ് ആണ്, അത് ഇപ്പോഴും ഉണ്ട്, അത് മാറൂല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലക്ഷ്മി. ആൻഡ് വി ആർ സോ ഹാപ്പി ഫോർ ഹർ. കണ്ണോട് കണ്ണിമ പോലെ വിണ്ണോട് വെൺമതി പോലെ ആരോ നീയോ കല്ലായി നിന്നവനാണെ കാണാത്തൊരൻപൊളിയാലേ രാഗും കയ്യോ നേരോ പൊയ്യോ സഖിയേ കടലിൽ കലരും നദിയേ സ്വർണ്ണ തീനാളമോ മുല്ലപ്പൂക്കാലമോ വർണ്ണക്കോലങ്ങളോ നെഞ്ചാകെയുന്നാവോ പിള്ളത്തേൻ കൊഞ്ചലോ തുള്ളും വാർക്കമ്മലോ ചെല്ലക്കാർ കൂന്തലോ കിന്നാരം ചൊല്ലുന്നു സഖിയേ ഹാപ്പി മാരീഡ് ലൈഫ് അല്ലേ? ഹാപ്പി മാരീഡ് ലൈഫ്. എടി ലക്ഷ്മി, നീ നിന്റെ ചേട്ടനും അടിപൊളിയായിട്ട് ജീവിക്ക്. എല്ലാവിധ ആശംസകളും നേരുന്നു.